ഇപ്പം ഞാനിങ്ങനെ സേഫാക്കി ഇത് ഈ ഇലേൻ്റെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ദിവസം താഴെ പോയപ്പം ഇതിൻ്റെ ജഡം കിടക്കുന്ന കണ്ടിട്ടുണ്ട്. ജഡം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പുറത്തെ തോലില്ലേ, അത് മാത്രം. ഇത് ഇവർക്ക് ഒരു ടൈം ഉണ്ടല്ലോ, ടൈം കുറച്ച് നാളം ഇവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിത്രശലഭം അവരൊക്കെ അതെ. ഞാൻ കേട്ടിട്ടുണ്ട് പൂമ്പാറ്റകൾ 3 ദിവസം ജീവിക്കുള്ളൂ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെ ഈ പുഴുക്കൾക്കും ഒരു കാലാവധി ഉണ്ട്, നമുക്കും ഉണ്ട് ഒരു കാലാവധി. അതേപോലെ അതന്നെ എക്സ്പയറി ഡേറ്റ്. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മേത്തത്തെ ഈ മുള്ളും കാര്യങ്ങളും മാത്രം, അടിയിലൊന്നുമില്ല, അറ്റത്തിങ്ങനെ ചുരുണ്ടിങ്ങനെ ഒരു വെയിറ്റും ഇല്ലാതെ. പക്ഷെ അത് ചത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ആരിന് നല്ല മൂർച്ചയായിരിക്കും. അത് കുറെ നാളെ നമ്മുടെ ഈ ഭൂമിയിൽ കിടന്നാണ് ചീത്തയാവുക. അപ്പൊ എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് ഇവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതാ ഒന്നും കൂടി കണ്ടോ. ഇനി ഇവനെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റി നമുക്ക് വരില്ല, കാരണം അത്രയും റെയർ ആയിട്ടുള്ള സാധനമാണ് അല്ലേ പറ്റി. അതെ, ഞാൻ ഒന്ന് സൂം ആക്കി കാണിച്ചത്. റെയർ പീസാണ്, ഇന്നലെ പറഞ്ഞു തന്നെ റെയർ പീസാണ്. എന്തായാലും ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഇവൻ ഇഷ്ടമായിരിക്കും, പക്ഷെ എന്തുകൊണ്ട് അവൻ മൊത്തത്തോടെ ഡേഞ്ചറാണ് ഗൈസ്. അതെ തന്നെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയാൻ മറക്കില്ല. അതിരുന്ന് എൻ്റെ ഈ വിരൽ ഫുള്ള് ഇത് എനിക്ക് നല്ല തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പ് ഈ വിരലിന്. അയ്യോടെ എന്തായാലും എൻ്റെ ഒരു മുള്ളു പോലും അതെന്നെ കൊള്ളിച്ചില്ല. കണ്ടില്ലേ, എല്ലാവർക്കും മുഴുവനൊക്കെ പേടിയാ, മുള്ളു കൊള്ളും പറഞ്ഞിട്ട് അതിനെ കൊല്ലുന്നവരൊക്കെ ഉണ്ട്. എന്തിനാ? അതുങ്ങളുടെ പ്രൊട്ടക്ഷനാണ്, അവരുടെ മേത്ത് ദൈവം അതിന് മുള്ളു കൊടുത്തേക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് നമ്മളെ കുത്തിക്കുന്നതല്ലല്ലോ, നമ്മളറിയാതെ അതറിയാതെയാണ് അല്ലേ. അതെ, പിന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് മെയിനായിട്ട് ദൈവം അതിന് കൊടുത്തേക്കുന്നത്. അട്ടയാണോ? ആണോ? അല്ല. ബൈ.